ഹരേ രാമ ഹരേ കൃഷ്ണ. നാളെ വിഷുവാണ്. വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കണി ഒരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. ഓരോ വസ്തുവും സത്വരജ തമോ ഗുണമുള്ളവയാണ്. കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. ഓട്ടുരുളിയിൽ കണിയൊരുക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. ഇതിൽ നാളികേരമുറി വെക്കണം. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട്. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് വെക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്ന് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വെക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത്. ദൈവത്തിനൊപ്പം സത്വവും അറിയുക എന്ന സങ്കല്പവുമുണ്ട്. കൃഷ്ണവിഗ്രഹം ഇതിനടുത്തു തന്നെ വെക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത്. തൊട്ടടുത്ത് താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വെക്കണം. കുങ്കുമച്ചെപ്പും കന്മഷിയും ഇതിക്കൊപ്പം വെക്കുന്നവരുമുണ്ട്. നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനും ഒപ്പം വെക്കണം. ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണ്ണ നാണയങ്ങളും ഗ്രന്ഥവും. സരസ്വതിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വെക്കുന്നത് നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമേ കണി കാണേണ്ടത്. എല്ലാവർക്കും കൃഷ്ണപാദം എന്ന ചാനലിൻ്റെ വിഷു ആശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.